വാർത്തകളിലേക്ക് വിശദമായി. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ നവജാത ശിശുവിനെ 3 ലക്ഷം രൂപയ്ക്ക് വിറ്റു. കുട്ടിയെ വാങ്ങിയ കരമന സ്വദേശിയിൽ നിന്നാണ് പോലീസ് കുട്ടിയെ വീണ്ടെടുത്തത്. 11 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയാണ് വിറ്റത്. സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കുഞ്ഞിന് മതിയായ സംരക്ഷണം ഒരുക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കുഞ്ഞിന്റെ അമ്മയെ 2 വർഷമായി അറിയാമെന്ന് കുഞ്ഞിനെ വാങ്ങിയ കരമന സ്വദേശിനി ന്യൂസ് 18 പ്രതികരിച്ചു. വീട്ടുജോലിക്ക് പോകുന്നതിനിടെയാണ് പരിചയപ്പെട്ടതെന്നും യുവതി പറഞ്ഞു. എനിക്ക് 2 വർഷം കൊണ്ട് അവളെ പരിചയമുണ്ടായിരുന്നു. എനിക്ക് 10-25 വർഷം കൊണ്ട് മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ചെയ്തു തന്നതാണ്. അല്ലാതെ 2 വർഷം കൊണ്ട്. എനിക്കത് അറിയില്ല. ഉള്ളൂരാണ് അവൾ വാടകയ്ക്ക് താമസിച്ചത്. എനിക്ക് അങ്ങനെ അറിയാവും. ജോലിക്ക് വീട്ടു ജോലിക്ക് പോയി പരിചയമാണ്. ഇല്ല, അടുത്തടുത്ത് കണ്ടങ്ങനെ പരിചയമുള്ളത്. പറഞ്ഞപ്പോഴും അവള് പറഞ്ഞു ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്കൊരു മോൻ, ഒരു മോനുണ്ട്. തന്നു. 7 മാസമായപ്പോഴാണ് ഞാൻ കണ്ടത്. അതിനുശേഷമാണ് എനിക്ക് തന്നത്. നിവൃത്തിയൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയാണ്. അങ്ങനെയാണ് അവളെ ഭർത്താവിൻ്റെ ഭീഷണിക്കൊക്കെ ഭയപ്പെട്ടാണ് അവൾ പൈസ എന്നോട് ചോദിച്ചത്. അല്ലാതെ അവൾ വേറെ ഒരു ദുരുദ്ദേശത്തോടെയല്ല തന്നത്. എൻ്റെ ഒരു സഹതാപം കൊണ്ടാണ് അവൾ തന്നത്. അല്ലാതെ ഒരിക്കലും വേറെ ഒരു ദുരുപയോഗത്തോടെ അവൾ ചെയ്തിട്ടില്ല. അവരെ വീട് ഇവിടെ എനിക്ക് വീടറിയില്ല. ഉള്ളൂർ വെച്ച് എനിക്ക് പരിചയമുള്ളൂ. വേറെ എനിക്ക് വീടെന്നറിയില്ല. ഫോണിൽ കൂടെ വല്ലപ്പോഴും ഞാൻ വിളിക്കുമായിരുന്നു. അത്രേ ഉള്ളൂ. ചികിത്സയ്ക്ക് എല്ലാത്തിനും കൂടെ തന്നെ അങ്ങനെ കൊടുത്തത്. അല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ കൊടുത്തില്ല. വാർത്തയുടെ വിവരങ്ങളുമായി വിനോദ് ഒപ്പം ചേരുന്നുണ്ട്. വിനോദാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. സംഭവം എന്താണ്? ഋഷാജ്, തൈക്കാട് ആശുപത്രിയിലാണ് ഇങ്ങനെ ഒരു വിൽപ്പന നടന്നതായ വിവരം പുറത്തു വന്നത്. പോലീസിന് ചൈൽഡ് ലൈനിന്റെ പ്രവർത്തകർ ഇത് സംബന്ധിച്ച് വിവരം നൽകിയായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം നടന്നു. കരമന സ്വദേശിയായ യുവതിയാണ് കുഞ്ഞിനെ വാങ്ങിയതെന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ ഈ ആളിനെ കണ്ടെത്തുന്നതിനും കുഞ്ഞിനെ വീണ്ടെടുക്കുന്നതിനും സാധിച്ചു. നിയമം പാലിച്ചുള്ള ഇടപാടല്ല. 3 ലക്ഷം രൂപയ്ക്ക് കുഞ്ഞിനെ വാങ്ങി എന്ന കാര്യം വാങ്ങിയ ആൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ച കാര്യമാണ്. അഡ്വാൻസായി 52,000 രൂപ ആദ്യം നൽകിയിരുന്നു. അതിനുശേഷമാണ് ബാക്കി തുക കൂടി നൽകിയത്. ആകെ 3 ലക്ഷം രൂപ. ഇവിടെ പറയുന്നത് നേരത്തെ തന്നെ തനിക്ക് അറിയാമായിരുന്ന യുവതിയാണ്. വീട്ടുജോലിക്ക് 2 പേരും ഒരുമിച്ച് പോയിരുന്നു. ആ സമയത്ത് തനിക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നത് കൊണ്ട് കുഞ്ഞിനെ ആവശ്യപ്പെട്ടു. 7 മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. അത് യുവതി സമ്മതിക്കുകയായിരുന്നു. ഈ പണം നൽകിയത് യുവതിയുടെ ഭർത്താവിന്റെ ആവശ്യപ്രകാരമാണ് എന്നൊരു കാര്യം കൂടിയാണ് പറയുന്നത്. പക്ഷെ പോലീസ് ഇത് പൂർണ്ണമായും മുഖവിലക്കെടുക്കുന്നില്ല. ഈ വാങ്ങിയയാൾ വീട്ടുജോലിക്ക് പോയിരുന്നോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. ഇവർ കോവളത്ത് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നതായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുജോലിക്ക് 2 പേരും ഒരുമിച്ച് പോയി പരിചയപ്പെട്ടു എന്നത് പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. അത്തരം കാര്യം വിശ്വസിക്കുന്നില്ല. ഇവരെ തമ്മിൽ കൂട്ടിമുട്ടിച്ചത് അല്ലെങ്കിൽ ഇവരെ പരിചയപ്പെടുത്തിയതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും 3 ലക്ഷം രൂപയ്ക്കാണ് ഈ വിൽപ്പന നടന്നത്. ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്ക് സംരക്ഷണം നൽകണമെന്ന നിർദ്ദേശവും ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന ആവശ്യമാണ്. പോലീസ് ആകട്ടെ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. CWCയുടെ വിശദീകരണവും ഇതിനകം വന്നു. ചെയർപേഴ്സൺ പറഞ്ഞത് കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകും. ഇങ്ങനെ നിയമവിരുദ്ധമായ കാര്യമാണ് നടന്നത്. മാത്രവുമല്ല, ഈ വാങ്ങിയയാൾ ആദ്യം മൊഴി നൽകിയത് താൻ പ്രസവിച്ച കുഞ്ഞാണെന്ന കാര്യമാണ്. അതായത് കള്ളം പറയുക കൂടി ചെയ്തു എന്ന ഒരു കാര്യം കൂടി ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. ഏതായിരുന്നാലും കുഞ്ഞിനെ വളരെ വേഗത്തിൽ തന്നെ പോലീസിനെ കണ്ടെത്താനായി ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ് കുഞ്ഞുള്ളത്. ശരി വിനോദ്. വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനിബ പ്രതികരിച്ചു. കുട്ടിയെ ആദ്യം അവർ പ്രസവിച്ചതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവര് പ്രസവിച്ചതല്ല എന്നപ്പോ തന്നെ മനസ്സിലായി. ഉടൻ തന്നെ നമ്മള് കുട്ടിയെ എടുത്തു. പിന്നെ ഞങ്ങളുടെ പ്രൊസീജിയർ കുട്ടിയെ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇല്ലീഗലി അഡോപ്ഷൻ ആണെന്നും നന്നായി മനസ്സിലായി. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കുട്ടിയെ ഏറ്റവും സുരക്ഷിതമായി ശിശുക്ഷേമ സമിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതപ്പോ തന്നെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന്
ആളിനെ വിളിച്ച് വന്നു, കൊണ്ടുപോവുകയും ചെയ്തു. കുട്ടി അവിടെ നമ്മളുടെ സംരക്ഷണയില്, ശിശു സമിതിയുടെ സംരക്ഷണയിൽ കഴിയുകയാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ അഡോപ്ഷൻസ് നടക്കാൻ പാടില്ല. പൊതുജനം അപ്പോ തീർച്ചയായിട്ടും അറിയുക തന്നെ വേണം. ഇത് ഇല്ലീഗൽ അഡോപ്ഷൻ നടന്നാൽ തീർച്ചയായിട്ടും അവർ പിടിക്കപ്പെടും. അതുകൊണ്ട് ദയവായി ഇനിയെങ്കിലും മറ്റുള്ളവര് അങ്ങനെ ഉണ്ടാവരുത് എന്നാണ് നമ്മളുടെ ആഗ്രഹം. JJ ആക്ട് പ്രകാരമുള്ള വകുപ്പും ബാക്കി എന്താണ് ഇതിനകത്ത് ഇപ്പൊ ഇല്ലീഗൽ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷം വരെ തടവ് ശിക്ഷയും എത്ര രൂപയാണോ കോടതി വിധിക്കുന്നത് അത് കോടതിയുടെ നിഗമനത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അവർക്ക് ഇത്ര വർഷം, ഏറ്റവും കുറഞ്ഞത് 3 വർഷം വരെ ഉള്ള ശിക്ഷ, തടവ് ശിക്ഷ കിട്ടുന്ന രീതിയിലാണ് JJ ആക്ടിന് പ്രകാരം പറഞ്ഞിട്ടുള്ള ശിക്ഷണ നടപടികൾ. വാങ്ങിയവർക്കാണെങ്കിലും അത് തന്നെയാണ്, വിറ്റവർക്ക് അതിനെക്കാട്ടിലും വാങ്ങിയവർക്ക് ഈ സെയിം, ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം ശിക്ഷ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ന്യൂസ് 18 വാർത്ത ഞെട്ടിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. തക്കതായ നടപടി സ്വീകരിക്കുമെന്നും സതീദേവി പറഞ്ഞു. പെറ്റ കുഞ്ഞിനോടുള്ള ആ മാതൃത്വത്തിന്റെ മഹനീയമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ തന്നെ പറയുമ്പോ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യബന്ധങ്ങൾ പോലും ഇങ്ങനെ ഈ പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടുന്നത്. ഇത് തക്കതായിട്ടുള്ള നടപടി ഈ കുഞ്ഞിനെ വിറ്റ സ്ത്രീക്കും പ്രസവിച്ച ആ സ്ത്രീക്കും അതുപോലെ തന്നെ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആ സ്ത്രീക്കെതിരായിട്ടും തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം. ഇത് ഏത് രീതിയിലാണ് ഈ കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നല്ല ജാഗ്രതയോടുകൂടി പരിശോധിച്ച് മതിയായിട്ടുള്ള രൂപത്തിലുള്ള ശിക്ഷ അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം എന്നുള്ളത് തന്നെയാണ്. കുട്ടിയെ സംരക്ഷിക്കുക എന്ന ചുമതലയാണ് ശിശുക്ഷേമ സമിതിക്കുള്ളതെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ന്യൂസ് 18 പറഞ്ഞു. അത് കൃത്യമായി നിർവഹിക്കുമെന്നും പ്രതികരിച്ചു. നിയമപരമായി അധികാരമുള്ള സ്ഥാപനം എന്ന് പറയുന്നത് CWC ആണ്. CWCയും പോലീസുമാണ് ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കേണ്ടത്. CWC ഉത്തരവ് പ്രകാരം ശിശുക്ഷേമ സമിതി കൈമാറിയിട്ടുണ്ട്. അത് കുട്ടിയുടെ പരിചരണവും ശ്രദ്ധയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പരിചരണവും ശ്രദ്ധയും ശിശുക്ഷേമ സമിതി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. സഭാ നേതൃത്വം വത്തിക്കാനിലേക്ക്. കർദിനാൾ ആലഞ്ചേരി ഉൾപ്പെടെയുള്ള ബിഷപ്പുമാർ അടുത്ത മാസം ആദ്യം മാർപ്പാപ്പയെ കാണാൻ വത്തിക്കാനിലേക്ക് പുറപ്പെടും. കുർബാന തർക്കം ഉൾപ്പെടെയുള്ള സഭയിലെ വിവിധ വിഷയങ്ങൾ മാർപ്പാപ്പയെ ബോധിപ്പിക്കും. കർദിനാളിനെ ഭൂമി ഇടപാട് കേസിൽ സഭാ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയാണ് നിർണായക നീക്കം. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ഒപ്പം ചേരുന്നുണ്ട്. ടോം, അവസാന വരെ തന്നെയാണ് പ്രസക്തം. കർദിനാളിനെ ഭൂമി ഇടപാട് കേസിൽ സഭാ കോടതി കുറ്റവിമുക്തനാക്കുന്നു, അതിന് പിന്നാലെ വത്തിക്കാനെ സമീപിക്കുന്നു ആവശ്യങ്ങളുമായി, അല്ലേ? തീർച്ചയായും ഷാജ്, കഴിഞ്ഞ ദിവസമാണ് ഭൂമി ഇടപാട്, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാട് കേസിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയെ വത്തിക്കാനിലെ പരമോന്നത കോടതി കുറ്റവിമുക്തനാക്കിയത്. അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയത്. അതേ തുടർന്നാണ് ഇപ്പോൾ സീറോ മലബാർ സഭാ നേതൃത്വം ഒന്നടങ്കം, അതായത് സഭയിലെ പെർമനന്റ് സിനഡ് അംഗങ്ങൾ വത്തിക്കാനിലേക്ക് പുറപ്പെടുന്നത്. അടുത്ത മാസം ആദ്യം മാർപ്പാപ്പയുമായി അവർ കൂടിക്കാഴ്ച നടത്തും. സഭയിൽ നിലനിൽക്കുന്ന ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മാർപ്പാപ്പയെ ബോധിപ്പിക്കും. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള അജണ്ട നേരത്തെ മുതൽ സീറോ മലബാർ സഭ ആവശ്യപ്പെടുന്ന കാര്യമാണ് സഭയെ പാത്രിയാർക്കൽ പദവിയിലേക്ക് ഉയർത്തണമെന്നത്. അത് 2017 ഈ ആവശ്യം വത്തിക്കാന് മുന്നിൽ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിനുശേഷമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാട് വിഷയം അത് വലിയ വിവാദമാകുന്നത്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ അടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. പിന്നീട് ആ നീക്കം, അതായത് ഈ പാത്രിയാർക്കൽ പദവിയിലേക്ക് ഉയർത്തണമെന്ന ആവശ്യത്തിന് താൽക്കാലികമായും വത്തിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. വീണ്ടും ഈ വിഷയം അവർ ഉയർത്തുകയാണ്. കാരണം അടുത്ത വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമ്പോൾ ഈ സഭയെ പാത്രിയാർക്കൽ പദവിയിലേക്ക് മാർപ്പാപ്പ തന്നെ ഉയർത്തുന്ന പ്രഖ്യാപനം ഉണ്ടാകാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സഭാ കേന്ദ്രങ്ങളിൽ നിന്നും നടക്കുന്നത്. അങ്ങനെയെങ്കിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പാത്രിയാർക്കൽ പദവിയിലേക്കും അദ്ദേഹവും ഉയരും. എന്തായാലും അത് മാത്രമല്ല, നിലവിലെ ഈ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട വിഷയം, അതോടൊപ്പം ഭൂമി ഇടപാടില് ഇനി തുടർ നടപടികൾ എന്തായിരിക്കണം, അത്തരം വിഷയങ്ങളും മാർപ്പാപ്പയ്ക്ക് മുന്നിൽ അവർ ബോധിപ്പിക്കും. നിലവിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായും മാർ
ആൻഡ്രൂസ് താഴത്തിനെ നിയമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായിട്ടും ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സഭാ നേതൃത്വം വത്തിക്കാനിലേക്ക് കർദിനാൾ ആലഞ്ചേരി ഉൾപ്പെടെയുള്ള ബിഷപ്പുമാർ അടുത്ത മാസം ആദ്യം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വത്തിക്കാനിലേക്ക് എത്തും. വിവരങ്ങൾ നൽകുകയായിരുന്നു ടോം കുര്യാക്കോസ്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപത പ്രസ്താവന രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഇളക്കിമറിച്ചു. അവസരം മുതലെടുത്ത് ആർച്ച് ബിഷപ്പിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മുഖപത്രമായ കത്തോലിക്ക സഭയിലെ വിമർശനം. ബിഷപ്പിന്റെ പ്രസ്താവന BJPക്ക് അനുകൂലമെന്ന് വ്യാഖ്യാനിച്ച് BJP വിരുദ്ധരും സന്തോഷിച്ച് BJP അനുകൂലരും വിവാദം കൊഴുപ്പിച്ചു. ബിഷപ്പ് പറഞ്ഞ വിഷയത്തിലെ പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചയേക്കാൾ രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള വിവാദമായാണ് അരങ്ങേറിയത്. ബിഷപ്പിന്റെ പ്രസ്താവന അനങ്ങാപ്പാറ രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയാണെന്നും മുഖപത്രത്തിൽ വിമർശിക്കുന്നു. കേന്ദ്ര സർക്കാരിനും റബ്ബർ ബോർഡിനുമെതിരെ കത്തോലിക്ക സഭയുടെ കർഷക സംഘടനയായ ഇൻഫാം. കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരും റബ്ബർ ബോർഡും ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ കുറ്റപ്പെടുത്തി. കർഷകരെ സംരക്ഷിക്കുന്നതിൽ റബ്ബർ ബോർഡ് പരാജയമാണെന്നും ഇൻഫാം ആരോപിച്ചു. കർഷകരുടെ ഭാഗത്തു നിന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കുവാൻ ഒരു ശ്രമം പോലും കേന്ദ്ര സർക്കാരോ റബ്ബർ ബോർഡോ ഉണ്ടായിട്ടില്ല. റബ്ബർ ബോർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാണിജ്യ മന്ത്രാലയത്തിന്റെ റബ്ബർ സ്റ്റാമ്പായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കൃഷിക്കാർക്ക് വേണ്ടി അല്ല റബ്ബർ ബോർഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 2009 ശേഷം ഈ ഒപ്പിട്ട ആസിയാൻ കരാറിന് ശേഷം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇവരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് അന്ന് നടത്തിയ ആ ശ്രമങ്ങളൊന്നും ഇന്ന് കേന്ദ്ര സർക്കാരോ അതുപോലെ തന്നെ കേരളത്തിലുള്ള MP-മാരുടെ ഇടപെടലോ ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പോക്സോ കേസിൽ വൈദികൻ അറസ്റ്റിൽ. 16-കാരിയോട് ലൈംഗിക ചുവയോട് സംസാരിച്ച കേസിൽ കവളങ്ങാട് മാർ ഗ്രിഗോറിയസ് പള്ളിയിലെ വൈദികൻ സിമയോണാണ് അറസ്റ്റിലായത്. ചൈൽഡ് ലൈന് നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഐസ്ക്രീം കഴിച്ച് 12-കാരൻ മരിച്ച സംഭവത്തിൽ പിതൃ സഹോദരി താഹിറ അറസ്റ്റിൽ. അരിക്കുളത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായിയാണ് മരിച്ചത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് അരിക്കുളത്ത് ഛർദിയെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. അരിക്കുളം കോറോത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതൃ സഹോദരി താഹിറയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരിക്കുളത്തെ കടയിൽ നിന്ന് വാങ്ങിയ ഫാമിലി പാക്ക് ഐസ്ക്രീമിൽ വിഷം ചേർത്തത് താനാണെന്ന് ചോദ്യം ചെയ്യലിൽ താഹിറ സമ്മതിച്ചു. കുഞ്ഞിന്റെ മാതാവിനെ ലക്ഷ്യം വെച്ചായിരുന്നു താഹിറ ഐസ്ക്രീമിൽ വിഷം ചേർത്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അവർ വീട്ടിൽ ഇല്ലാത്തതിനെ തുടർന്ന് മകൻ ഇത് കഴിക്കുകയായിരുന്നു. അടുത്തടുത്ത വീടുകളിലാണ് രണ്ടു കുടുംബവും താമസിക്കുന്നത്. താഹിറ അരിക്കുളത്തെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഐസ്ക്രീം കഴിച്ചതിന് പിന്നാലെ കുഞ്ഞിന് ഛർദിയുണ്ടായതിനെ തുടർന്ന് വീടിന് സമീപം മുത്താമ്പിയിലെ ക്ലിനിക്കിലും മേപ്പയ്യൂരിലും ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. ന്യൂസ് 18 കോഴിക്കോട്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുന്ന 25-ാം തീയതി തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുന്നതും ഇവിടെ നിന്ന് പുറപ്പെടുന്നതുമായ ട്രെയിനുകളുടെ സർവീസ് പുനഃക്രമീകരിച്ചു. തിരുവനന്തപുരത്തേക്ക് വരുന്ന മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, അമൃത എക്സ്പ്രസ് എന്നിവ 23, 24 തീയതികളിൽ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കും. കൊല്ലം തിരുവനന്തപുരം സ്പെഷ്യൽ എക്സ്പ്രസ് കഴക്കൂട്ടത്തും നാഗർകോവിൽ കൊച്ചുവേളി സ്പെഷ്യൽ എക്സ്പ്രസ് നേമത്തും സർവീസ് അവസാനിപ്പിക്കും. തിരുവനന്തപുരത്ത് നിന്നുള്ള മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ എന്നിവ കൊച്ചുവേളിയിൽ നിന്നായിരിക്കും സർവീസ് പുറപ്പെടുക. തിരുവനന്തപുരം കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് കഴക്കൂട്ടത്തു നിന്നും, കൊച്ചുവേളി നാഗർകോവിൽ സ്പെഷ്യൽ എക്സ്പ്രസ് നേമത്തു നിന്നും സർവീസ് ആരംഭിക്കും. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിൽ ജമ്മു കശ്മീർ. ഭീകരാക്രമണം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കും. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ജെയ്ഷെ മുഹമ്മദ് അനുകൂല സംഘടന PIFF വ്യക്തമാക്കി. എന്നാൽ സൈന്യത്തിനെതിരെ ആക്രമണത്തിന് പദ്ധതിയിടുന്നുവെന്നും PIFF വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ആക്രമണം നടത്തിയവരെ കണ്ടെത്താൻ പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാക്കി. 6 പേരെ കസ്റ്റഡിയിലെടുത്ത് സുരക്ഷാസേന ചോദ്യം ചെയ്യുന്നു. പൂഞ്ചിലെ ബട്ടാദൂരിയൻ നിബിഡ വനമേഖലയിൽ തമ്പടിച്ചാണ് ഭീകരർ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ആദ്യം ഗ്രനേഡ് എറിഞ്ഞ് വാഹനത്തെ തടസ്സപ്പെടുത്തുകയും പിന്നീട് ഇന്ധന ടാങ്കിന് നേരെ വെടിവെക്കുകയുമായിരുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ
വനത്തിനുള്ളിലേക്ക് ഭീകരർ മറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. 4 ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഇവർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഹവിൽദാർ മൻദീപ് സിംഗ്, ലാൻസ് നായിക്മാരായ ദബാശിഷ് ബസ്വാൾ, കുൽവന്ത് സിംഗ്, ശിപായിമാരായ ഹർകിഷൻ സിംഗ്, സേവക് സിംഗ് എന്നീ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു സൈനികൻ രജൌരിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭീകരാക്രമണമുണ്ടായ പ്രദേശത്ത് ഡൽഹിയിൽ നിന്നുള്ള NIA സംഘം പരിശോധന നടത്തി. രജൌരി പൂഞ്ച് മേഖലയിൽ 7 ലഷ്കർ എ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്നും ഇവരാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്നുമാണ് സംശയം. അടുത്ത മാസം G20 ഉച്ചകോടിയുടെ ഭാഗമായി ശ്രീനഗറിൽ ടൂറിസം സമ്മേളനം നടക്കാനിരിക്കെയാണ് ഭീകരാക്രമണമുണ്ടായത്. ഈ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. ന്യൂസ് 18 ജമ്മു കാശ്മീർ. വിശ്വാസികൾക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാനവികതയുടെ ഉന്നതമായ സന്ദേശമാണ് റമദാനും ഈദുൽ ഫിത്തറും മുന്നോട്ട് വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്രതാനുഷ്ഠാനത്തിലൂടെ ആർജിച്ച് സ്വയം നവീകരണം മുൻപോട്ടുള്ള ജീവിതത്തിൽ കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ മഹത്വം കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കുകയുള്ളൂ. ആ വെളിച്ചം ഈ ലോകത്തെ പ്രകാശപൂർണമാക്കട്ടെ. നന്മയും ഒരുമയും പുലരുന്ന ലോകം നമുക്കൊരുമിച്ച് പടുത്തുയർത്താം. ഏവർക്കും ഹൃദയപൂർവ്വം ചെറിയ പെരുന്നാൾ ആശംസകൾ. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.